ഹരി ഓം. ഒരു ചോദ്യോത്തര അനുഗ്രഹം നിരന്തര ആത്മാനുസന്ധാനത്തിന് സഹായകമായ രീതിയിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അഷ്ടാമലകീയത്തിൻ്റെ പ്രത്യേകത. നമ്മുടെയൊക്കെ ജീവിതം അനാവൃതമാകുന്നത്, ആവിഷ്കൃതമാകുന്നത്, നിരന്തരം സംഭവിക്കുന്നത് ചോദ്യോത്തര രൂപത്തിലാണ് എന്ന് കാണാൻ കഴിയും. പക്ഷേ ഓരോ ചോദ്യങ്ങളും ഉണർന്ന് വരുന്നത് ഭോഗസംബന്ധിയായിട്ടുള്ള ആശങ്കകളിൽ നിന്നാവാം, ഭയങ്ങളിൽ നിന്നാകാം, പ്രതീക്ഷകളിൽ നിന്നാകാം. ഇങ്ങനെ പരമലക്ഷ്യത്തെ വേണ്ടത്ര വിചാരം ചെയ്തെടുക്കാത്ത പശ്ചാത്തലത്തിൽ നിന്ന് ഉണരുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മെ നയിക്കുന്നത്. ഭോഗസംബന്ധിയായ ചോദ്യങ്ങൾ. അതിൻ്റെ പിറകിൽ വിവിധ വികാര പാരവശ്യങ്ങളും ഉണ്ടാവാം. ഇത്തരം ചോദ്യങ്ങൾക്കപ്പുറത്ത് ആത്മാനുസന്ധാനപരമായ ചോദ്യങ്ങളുടെ പ്രസക്തി വിചാരം ചെയ്യാൻ നമുക്ക് സാവകാശമുണ്ടാവേണ്ടതുണ്ട്. ഭജഗോവിന്ദം എന്ന കൃതിയിൽ ആചാര്യസ്വാമികൾ തത്വം ചിന്തയ തദിഹ ഭ്രാത, ഇവിടെ തത്വത്തെ ചിന്തിക്കൂ എന്ന നിലയിൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുകൂട്ടം ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അവിടെ ആചാര്യസ്വാമികൾ പരോക്ഷമായി സൂചിപ്പിക്കുന്നത്, ഇൻഡയറക്റ്റ്ലി ഹിൻറ്റ് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തത്വചിന്താപരമായ വ്യവഹാരത്തിൽ ഏർപ്പെടുന്നു എന്നാണ്. തത്വം ചിന്തയ തദിഹ ഭ്രാത. എന്തൊക്കെയാ ചോദ്യം? കസ്ത്വം, കോഹം, കുത ആയാത, കാതേ കാന്ത, കസ്തേ പുത്രഃ, സംസാരോയം അതീവ വിചിത്രഃ, കസ്യ ത്വം കഃ കുത ആയാതഃ, തത്വം ചിന്തയ തദിഹ ഭ്രാത. കാതേ കാന്ത, കസ്തേ പുത്രഃ, ആരാണ് നിൻ്റെ ഭാര്യ, ആരാണ് നിൻ്റെ പുത്രൻ, ഇപ്രകാരം ചില ചോദ്യങ്ങൾ. അത് വികാര പാരവശ്യത്തിൽ നിന്ന്, ഭോഗ താത്പര്യങ്ങളിൽ നിന്ന് ഒക്കെ നമ്മെ അതിക്രമിക്കാൻ സഹായിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഇവിടെയും ഉന്നയിക്കപ്പെട്ട ചോദ്യം കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ത, ഇപ്രകാരം ഉത്തരമായിട്ടാവട്ടെ ആത്മനിഷ്ഠമായി റിലേറ്റീവ് എൻറ്റിറ്റിക്ക് അപ്പുറത്ത്, സാപേക്ഷികമായ ഉണ്മയ്ക്ക് അപ്പുറത്ത് നിരുപാധികമായ നിരപേക്ഷമായ സത്തയെ പ്രതിപാദിക്കാൻ ബാലകൻ തയ്യാറാവുന്നു. വ്യവഹാരത്തിൽ പ്രസക്തമായ പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. സമയം എത്രയായി? പാൽക്കാരൻ വന്നില്ലല്ലോ, ഇന്ന് പത്രമില്ലേ, എന്നിങ്ങനെ വ്യവഹാര സംബന്ധിയായ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ജന്മസാഫല്യം ലക്ഷ്യമാക്കി ശാശ്വതമായ സുഖം അത് സംപ്രാപ്തമാവുന്നതിന് വേണ്ടി ആത്മാനുസന്ധാനപരങ്ങളായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കണം
അതിനിവിടെ ഉത്തരങ്ങൾ തന്നുകൊണ്ട് ഹസ്താമലകൻ സഹായിച്ചിരിക്കുന്നു. ആചാര്യസ്വാമികൾ ചോദ്യം തൊടുത്തുവിട്ടു. ഗംഭീര ഉത്തരങ്ങൾ. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണക്ഷത്രിയ വൈശ്യശൂദ്രാः ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ നിമിത്തം മനഃചക്ഷുരാദിപ്രവൃത്തൗ നിരസ്ഥാഖിലോപാധിരാകാശകൽപ്പഃ രവിർലോകചേഷ്ടാനിമിത്തം യഥായഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യമഗ്നി ഉഷ്ണവന്നിത്യബോധസ്വരൂപം മനഃചക്ഷുരാദീന്യബോധാത്മകാനി പ്രവർത്തന്ത ആശ്രിത്യ നിഷ്കമ്പമേകം സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനഃ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തുഃ ചിതാഭാസകോധീഷു ജീവോപി തദ്വത് സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യഥാ ദർപ്പണാഭാവ ആഭാസഹാനൗ മുഖം വിദ്യത്തെ കൽപ്പനാഹീനമേകം തഥാധീവിയോഗേ നിരാഭാസകോ യഃ സ നിത്യോപലബ്ധിസ്വരൂപോഹം ആത്മാ മനഃചക്ഷുരാദേർ വിയുക്തസ്വയം യഃ മനഃചക്ഷുരാദേർമനഃചക്ഷുരാദിഃ മനഃചക്ഷുരാദേരഗമ്യസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹം ആത്മാ. ഇങ്ങനെ 7 ശ്ലോകങ്ങളിലായിട്ട് നിത്യം ഉപലബ്ധമായിട്ടുള്ള ആത്മസ്വരൂപിയാണ് ഞാൻ എന്ന് കസ്ത്വം ശിശോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു. കസ്യ എന്ന ചോദ്യവും കുതോസി ഗന്ത കുത ആഗതോസി ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എന്താ കാരണം ഞാനാര് എന്ന ചോദ്യത്തിന് എൻ്റേതെന്ന് പറയാൻ പറ്റുന്നതും എൻ്റേതെന്ന് പറയാൻ പറ്റാത്തതും മാറ്റി നിർത്തുന്നിടത്താണ് ഉത്തരമാവുക. അപ്പോൾ പിന്നെ ആരുടേത്, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, ഇതൊന്നും നീ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരപ്രതിപാദനത്തിൽ പ്രസക്തമാവുന്നില്ല. കാരണം ഇവിടെ ആബ്സല്യൂട്ടായിട്ടുള്ള നിരുപാധികമായ നിരപേക്ഷമായ തലത്തിൽ നിന്നാണ് ഉത്തരം പറയുന്നത്. ബാക്കി എല്ലാ വ്യവഹാരങ്ങൾക്കും കാരണമായി ഉപാധികൾക്ക് പ്രവർത്തനക്ഷമത നൽകുന്നതായി പരിലസിക്കുന്ന തത്വമാണ് നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ, ഈ ആത്മതത്വം. മനസ്സ്, ചക്ഷുസ് മുതലായവ കൊണ്ട് അപ്രാപ്യമായ ഈ ആത്മതത്വം മനഃചക്ഷുരാദികളുടെ മനഃചക്ഷുരാദിയാണ്. അറിയുന്നതിനെക്കുറിച്ച് പറഞ്ഞ് അറിയാത്തതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഉയർത്താൻ സഹായകമായ ഒരു പ്രസ്താവനയാണിത്. മനഃചക്ഷുരാദേർ മനഃചക്ഷുരാദി. പക്ഷേ മനഃചക്ഷുരാദേർ അഗമ്യസ്വരൂപ, മനഃചക്ഷുസ്സുകളെ കൊണ്ട് ഒരിക്കലും അതിനെ പ്രാപിക്കാൻ പറ്റില്ല. സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. യ ഏകോ വിഭാതി സ്വതഃ ശുദ്ധചേതാ പ്രകാശസ്വരൂപോപി നാനേവധീഷു ശരാവോദകസ്ഥോ യഥാ ഭാനുരേകഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. യ ഏകോ വിഭാതി സ്വതഃ ശുദ്ധചേതാഃ പ്രകാശസ്വരൂപോപി നാനേവധീഷു ശരാവോദകസ്ഥോ യഥാ ഭാനുരേകഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. മറ്റൊരു വിചാരരീതി ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. എന്തിന്
വിവിധ പ്രകാരത്തിലുള്ള വിചാര രീതിയെ അവലംബിക്കണം. കാരണം അന്യഥ മറ്റൊരു പ്രകാരത്തിൽ നാം വിചാരം ചെയ്ത് ഉറപ്പിച്ചു പോയ കുറേ അപകടങ്ങളുണ്ട്. വിചാര അഭാവ ജീവന എന്ന് മിഥ്യാധാരണകളെക്കുറിച്ച് മായയെക്കുറിച്ചൊക്കെ പറയും. വിചാരാഭാവ ജീവന, വിചാരത്തിൻ്റെ അഭാവം കൊണ്ട് ജീവിക്കുന്നതാണ്. അവിടെ ആത്മവിചാരാഭാവം കൊണ്ടാണ് മായ പ്രസക്തയാവുന്നത് എന്നാണ് ധ്വനി. ആത്മവിചാര അഭാവം കൊണ്ട് വിചാരം ഇല്ലാണ്ടാവണില്ല, അനവധി വിചാര ഗതികൾക്ക് സ്കോപ്പുണ്ടാവുന്നു. 16-ാം അധ്യായത്തിൽ ആത്മവിചാര അഭാവം കൊണ്ടുണ്ടായ വിചാര സങ്കീർണതകളെക്കുറിച്ച്, കോംപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. അനേക ചിത്തവിഭ്രാന്താഃ പ്രളയാന്താം ഉപാശ്രിതാഃ. അനേക ചിത്തവിഭ്രാന്താഃ, 100,000 ചിത്തവിഭ്രാന്തികൾ. ഇപ്പോൾ വിചാരാഭാവ ജീവനം അത് വിചാര സങ്കീർണമാണ് എന്ന് പറയുക. മായ നമ്മിൽ ഉണർത്തുന്ന വിചാരങ്ങൾ ശതകോടിയാണ്. അതുകൊണ്ട് വ്യവഹാരത്തിലേർപ്പെടുമ്പോൾ വ്യാകുലതകൾക്ക് പലതിനും കാരണമുണ്ട്. ഒരു വ്യവഹാരവും ചെയ്യാതിരിക്കുമ്പോൾ സ്വസ്ഥതയുണ്ടാവുമോ? അതുമില്ല. ആത്മവിചാരം ചെയ്യുക എന്നതാണ് പരിഹാരമെങ്കിൽ ആത്മാവിനെ വിവേചിച്ച് വിചിന്തനം ചെയ്താണ് ശീലിക്കേണ്ടത്. ദൃഢമായി പോയ ദേഹോഹം, ഇന്ദ്രിയാണ്യഹം, മനോബുദ്ധിരഹം എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകളെ ജയിക്കണം. അതിനുവേണ്ടി സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ, നിത്യം ഉപലബ്ധമായിട്ടുള്ള സ്വരൂപമാണ്, ആത്മാവാണ് ഞാൻ എന്ന് വിചാരിക്കണം. അപ്പം പിന്നെ കാണുന്ന ലോകത്തെക്കുറിച്ച്, കാണുന്ന വിധാനത്തെക്കുറിച്ച്, കാണുന്ന പ്രകാരത്തെക്കുറിച്ച്, അതിൽ നൽകിയിട്ടുള്ള കൽപ്പനകളെക്കുറിച്ച് ഒക്കെ നിഷേധം അത് സുഗമമായി സാധിക്കണം. ഇത് മിഥ്യാപ്രപഞ്ചമാണ്, അവയ്ക്ക് സത്യത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് അസ്തിത്വമില്ല എന്നുള്ളതൊക്കെ സാധിക്കണം. അതിന് പല പ്രകാരത്തിലുള്ള വഴി ഉപദേശിക്കുകയാണ്. ഇവിടെ ഹസ്താമലകൻ എന്ന ബാലകനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ജീവിത വ്യാഖ്യാനം അനുഭവത്തിൽ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനൊട്ട് മുതിരുന്നുമില്ല. പിന്നെ ഇപ്പോൾ പലതെന്തിനാ പറയണേന്നും ഒരാലോചന ഉണ്ടാവും. അതുകൊണ്ട് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സൂര്യകേന്ദ്രിതമായ ദൃഷ്ടാന്തങ്ങൾ ആവർത്തിച്ച് സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ എന്ന് സ്ഥാപിക്കുകയാണ്. അനവധി പറഞ്ഞിട്ട് എന്തിന് എന്ന മട്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ എന്ന ഒരു സ്റ്റാൻഡ് പോയിന്റിലെത്താൻ, വ്യൂ പോയിന്റിലെത്താൻ, പോയിന്റ് ഓഫ് വ്യൂ സ്വാംശീകൃതം ആക്കാൻ, വേർ വി സ്റ്റാൻഡ്, എവിടെ നമ്മൾ നിൽക്കുന്നുവോ അവിടെ നിന്ന് യാത്ര ആരംഭിക്കേണ്ടി വരും. ഇപ്പം ഹസ്താമലകൻ്റെ കൈ പിടിച്ച്
സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ എന്ന കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ ഹസ്താമലകൻ പറയുന്നത് ഒരുപക്ഷെ നമുക്ക് വിചിന്തനീയമായി തോന്നിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിസ് സ്റ്റാൻഡ് പോയിൻറ്റ് ആൻഡ് വേർ വി സ്റ്റാൻഡ്. ഹസ്താമലകൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സങ്കീർണമായ അനുഭവ താടനങ്ങൾ കൊണ്ട് കലുഷിതമായിരിക്കില്ലല്ലോ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതല്ലല്ലോ. നിങ്ങൾ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായിട്ടുള്ള ആത്മാവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ആ ഒരു പക്ഷേയുടെ സ്റ്റാൻഡ് പോയിൻ്റ് എന്തൊക്കെയാണ്? മാറാ വ്യാധികളുണ്ട്, മാരക വ്യാധികളുണ്ട്, പിന്നെയും അഭിസംബോധന ചെയ്യാനായിട്ട് 100,000 ദൗത്യങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലെന്ന് വന്നാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് വന്നാൽ അതിനിപ്പോൾ എന്തായിരിക്കും കാരണം? സംബന്ധം ആരൊക്കെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ അവരൊക്കെ അവരവരുടെ പാട് നോക്കിപ്പോയി. അപ്പോൾ പിന്നെ എന്നെ ഉപേക്ഷിച്ചല്ലോ എന്നുള്ള വ്യാകുലതയാവാം. ഇങ്ങനെ വിവിധ സ്റ്റാൻഡ് പോയിൻറ്റുകളിൽ നിന്നുകൊണ്ടാണ് ആത്മനിഷേധ സങ്കടത്തെ നാം എല്ലാവരും അനുഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ഹസ്താമലകനിലേക്ക് എത്താനും ഹസ്താമലകൻ ചൂണ്ടിക്കാണിച്ച സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മ എന്ന് മനസ്സിലാക്കാനും സാധിക്കണം. ഇപ്പോൾ നാഷണൽ ഹൈവേ അത് എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ വിസ്തരിച്ച് അങ്ങനെ അങ്ങോട്ട് പോവുക. പക്ഷേ നമ്മൾ ഏതോ ഒരു ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പല റോഡുകളും സഞ്ചരിച്ച് വന്ന് സർവീസ് റോഡിലെത്തി അവിടെ നിന്ന് വേണം സൗകര്യം നോക്കി എക്സ്പ്രസ് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതനുസരിച്ച് ഈ ശ്ലോകങ്ങളെ കണക്ട് ചെയ്യാൻ പഠിക്കണം. ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? യ ഏകഃ വിഭാതി സ്വതഃ ശുദ്ധചേതാഃ പ്രകാശസ്വരൂപോപി നാനേവ ധീഷു. ഇവിടെ അനവധി വ്യക്തികൾ അവരുടെയൊക്കെ ബുദ്ധി അതൊക്കെ പ്രകാശിപ്പിക്കുന്ന ഏക പ്രകാശസ്വരൂപിയായിട്ടുള്ള ആത്മാവാണ്, നിത്യ ഉപലബ്ധ ആത്മാവാണ് ഞാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവ് എന്ന് മനസ്സിലാക്കിയാലും പോരാ. അതേ ആത്മാവ് തന്നെയാണ് എല്ലാ ബുദ്ധികളെയും പ്രകാശിപ്പിക്കുന്നത്. സ ഏകഃ. എൻ്റെ ചിന്തകളെ, എൻ്റെ ബുദ്ധി വ്യാപാരത്തെ, മനോവ്യാപാരത്തെയൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും. പക്ഷേ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിത്യോപലബ്ധി സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ സമഗ്രം അറിഞ്ഞിട്ടില്ല. 13-ാം അധ്യായത്തിൽ ഭഗവാൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിതി അഭിധീയതേ. ശരീരം ക്ഷേത്രമാണ് അർജുന. യോ വേത്തി, ഈ ക്ഷേത്രത്തെ അറിയുന്നതാരോ അയാൾ ക്ഷേത്രജ്ഞനാണ്. ഇങ്ങനെ ക്ഷേത്രജ്ഞ പദപ്രയോഗങ്ങൾ പരിചയിക്കൂ. ശേഷം ഭഗവാൻ ഒരു ക്വാണ്ടം ജമ്പ് എന്ന പോലെ ചിന്താപരമായ ഒരു വലിയ ചാട്ടമാണ് നടത്തുന്നത്. എന്താ അത്?
ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞനായി എന്നെ അറിയണം. ശരീരം ക്ഷേത്രം, ആ ക്ഷേത്രത്തെ അറിയുന്നത് ക്ഷേത്രജ്ഞൻ. അപ്പം നമ്മളെത്തുന്ന ഒരു കൺക്ലൂഷനില്ലേ, ആ കൺക്ലൂഷനെ ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്യാണ് ഭഗവാൻ. ആ ബോധ്യത്തെ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു വരുന്നു, സർവക്ഷേത്രേഷു അഹം ക്ഷേത്രജ്ഞ. സകല ക്ഷേത്രങ്ങളിലും ഞാൻ ക്ഷേത്രജ്ഞനാണ്. ശങ്കരാചാര്യർ ചോദിക്കുന്നു, ഒരു ശരീരത്തെ തന്നെ മര്യാദയ്ക്ക് അറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല, എൻ്റെ ശരീരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല, പിന്നെ ആ ഞാൻ എങ്ങനെ സർവക്ഷേത്രജ്ഞനായിട്ട് എന്നെ റിയലൈസ് ചെയ്യും? ഇതാണ് സ്റ്റാൻഡ് പോയിൻറ്റിൻ്റെ വ്യത്യാസം. പക്ഷേ എത്തിയേ തീരൂ എന്ന് പറയുക. അപ്പം ഇങ്ങനെ ക്രമത്തിൽ ഒരു സാധനയാണ് സാക്ഷി സാധന, സാക്ഷിഭാവ സാധന. അതായത് സ്വന്തം ശരീരത്തിൻ്റെ ചലനങ്ങളെയും ഇന്ദ്രിയ വ്യാപാരങ്ങളെയും മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളെയും ബുദ്ധിയുടെ തോന്നലുകളെയും വിചാരഗതികളെയും ഒക്കെ ഞാൻ അറിയുന്നു എന്നിങ്ങനെ പരിശീലിക്കുക. അതൊരു സാധനയാണ്. പിന്നെ അവിടെ നിന്നും സകല ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്നത് ഈ തത്വം തന്നെയാണ് എന്ന് അറിയണം. സകല ബുദ്ധികളെയും. ആ അറിവാകട്ടെ എല്ലാ ബുദ്ധികളിലെയും വ്യവഹാരം അറിയുന്ന വൈഭവം മനസ്സിലാക്കിയിട്ടല്ല സാധിക്കേണ്ടത്. മറിച്ച് പല ബുദ്ധികളുണ്ട്, അവയ്ക്ക് പലതരത്തിലുള്ള പ്രവർത്തനക്ഷമതകളുണ്ട്, അനന്തമായ വിചാരലോകമുണ്ട്, വികാരലോകമുണ്ട് എന്നുള്ളത് മിഥ്യയാണ്. അങ്ങനെയാണ് ആ ഒരു സ്റ്റേജിനെ നാം സാക്ഷാത്കരിക്കേണ്ടത്. ഇപ്പോഴത്തെ സാക്ഷിഭാവ സാധനയിൽ നിന്ന് പുരോഗമിക്കേണ്ടത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ദൃഷ്ടാന്തം സ്വപ്നമാണ്. സ്വപ്നത്തിൽ പലരെ ഞാൻ കാണുന്നുണ്ട്. അവരുടെയൊക്കെ വികാര വിചാര ലോകങ്ങൾ വേറെയായിരിക്കും. പക്ഷേ വാസ്തവം എന്താ? ഞാൻ കണ്ട അനവധി ആളുകളും മറ്റു പദാർത്ഥജാലങ്ങളും ജന്തുജാലവും ഉണ്ടാവും. ഒപ്പം തന്നെ അവരുടെയൊക്കെ, ഞാൻ കണ്ട ആളുകളുടെയൊക്കെ വികാരലോകവും വിചാരലോകവും, ഇതൊക്കെ സ്വപ്നദ്രഷ്ടാവായ എനിക്കറിയാൻ പറ്റില്ലെങ്കിലും ഉണരുന്നതോടെ അവരൊക്കെ ഞാൻ തന്നെയായിരുന്നു. അവർക്ക് ഏതേത് വികാര വിചാരങ്ങളുണ്ടായി എന്നുള്ളത് ഉണർന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർക്ക് വേറെ അസ്തിത്വമില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് പണിപ്പെട്ട് മറ്റുള്ളവരുടെ മൈൻഡ് റീഡിങ്ങിനും ഇൻ്റലക്റ്റ് റീഡിങ്ങിനൊന്നും മെനക്കെടേണ്ടതില്ല. സ്വപ്നലോകത്തിൽ വിവിധ വ്യക്തി വിശേഷങ്ങളുടെ വികാര വിചാര ലോകങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചത് ഞാൻ തന്നെയാണല്ലോ എന്ന റിയലൈസേഷൻ പോലെ ഇവിടെയും സംഭവിക്കട്ടെ. യ ഏകഃ വിഭാതി സ്വതഃ ശുദ്ധചേതാ, ശുദ്ധ ചേതസ്വരൂപിയായിട്ടുള്ള ഏകഃ ആത്മാ വിഭാതി. ആ ഏതൊരു ആത്മതത്വം പ്രകാശസ്വരൂപി പരിലസിക്കുന്നുവോ പ്രകാശസ്വരൂപോപ്പി നാനേവധീഷു, അതാണ് എല്ലാ ബുദ്ധികളെയും സകല ജീവജാലങ്ങളിലെ വികാരലോകത്തെയും വിചാരലോകത്തെയും പ്രകാശിപ്പിക്കുന്നത് അത് തന്നെയാണ്. എന്താ ദൃഷ്ടാന്തം? ശരാവോദകസ്ഥ യഥാ ഭാനുരേകഃ. ഒട്ടനവധി കുടങ്ങളിലെ ജലത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നുണ്ട്. പക്ഷേ ബിംബസൂര്യ ഏകഃ ഏവ, ബിംബമായിട്ടുള്ള സൂര്യൻ ഒന്നു തന്നെയാണ്.
അപ്പോൾ ഒരേ സൂര്യൻ അനവധി കുടങ്ങളിലെ ജലത്തിൽ വ്യത്യസ്ത സൂര്യന്മാരായിട്ട് പ്രതിഫലിക്കുന്നില്ലേ? അതുപോലെ ഇപ്പം ഇവിടെ സൂര്യന് ഓരോ കുടത്തിലെയും ജലത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പ്രതിഫലിത സൂര്യൻ വിവിധങ്ങളായ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാമല്ലോ. ഒരു സൂര്യൻ ഗംഗാജലം ശേഖരിച്ച ഒരു കുടത്തിലാണ്, മറ്റൊരു സൂര്യനാകട്ടെ മദ്യം ശേഖരിച്ച കുടത്തിലാണ്. ഇങ്ങനെ പല കുടങ്ങളിലും പക്ഷേ ഒരേ സൂര്യൻ. പ്രതിബിംബങ്ങൾക്ക് വിവിധ അനുഭവ ലോകമുണ്ടാകും. പക്ഷേ ആ പ്രതിബിംബങ്ങൾക്കൊക്കെ ബിംബമായത് ഏക സൂര്യനാണ്. ഇങ്ങനെ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. യ ഏകോ വിഭാതി സ്വതഃ ശുദ്ധചേത പ്രകാശസ്വരൂപോപി നാനേവധീഷു ശരാവോദഗസ്ഥോ യഥാ ഭാനുരേകഃ സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. അങ്ങനെ നിത്യോപലബ്ധമായിട്ടുള്ള സ്വരൂപമാണ്, ആത്മാവാണ് ഞാൻ. അപ്പോൾ ഒരു സംശയം. എന്താ സംശയം? പല രഥങ്ങൾക്ക് ഒരു സാരഥി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സാരഥി എങ്ങനെ പല രഥങ്ങൾ ഓടിക്കും? അവിടെ ആകെ ഒരു സംഭാവ്യത ഉള്ളത് ഈ ഏക സാരഥി ഒന്നാമത്തെ രഥം ഓടിച്ചു, അതിനുശേഷം രണ്ടാമത്തെ രഥത്തിൽ കയറി രണ്ടാമത്തെ രഥം ഓടിച്ചു, അതിനുശേഷം മൂന്നാമത്തെ രഥത്തിൽ കയറി മൂന്നാമത്തെ രഥം ഓടിച്ചു. അങ്ങനെ സാധിക്കുള്ളൂ. അങ്ങനെ എല്ലാ രഥങ്ങളുടെയും സാരഥി ഒന്നാണെന്ന് പറയാം. ഇവിടെ അനവധി ബുദ്ധി പ്രകാരങ്ങളെ, വിചാരലോകങ്ങളെ എങ്ങനെ ഏകമായ ആത്മതത്വം പ്രകാശിപ്പിക്കുമെന്ന് കരുതാം. അത് ഈ പറഞ്ഞ ക്രമത്തിലാണോ സംഭവിക്കുക? പറയുന്നു, യഥാനേക ചക്ഷുപ്രകാശോരവർണ്ണ ക്രമേണ പ്രകാശീകരോതി പ്രകാശ്യം അനേകാധിയോ യസ്തഥൈക പ്രബോധഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. യഥാനേക ചക്ഷുപ്രകാശോരവർണ്ണ ക്രമേണ പ്രകാശീകരോതി പ്രകാശ്യം അനേകാധിയോ യസ്തഥൈക പ്രബോധഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ഇവിടെ സൂര്യൻ കണ്ണിൻ്റെ അധിദേവതയാണ് എന്ന കൽപ്പനയുണ്ട്. ഉപനിഷത്ത് അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രവിയാണ് ലോകത്തിൻ്റെ ചക്ഷു, ലോകത്തിൻ്റെ കണ്ണ് സൂര്യനാണ്. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ എങ്ങനെയാണ് കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത്? ആദ്യം ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് എ എന്ന് തുടങ്ങുന്ന പേരുള്ള ആളുടെ കണ്ണ് ആദ്യം പ്രകാശിപ്പിക്കാം. അങ്ങനെയാണോ ചോദിക്കുക? അല്ല എന്നാണ് ഉത്തരം. രഥ സാരഥി ദൃഷ്ടാന്തം ശരിയല്ല. അതുപോലെയല്ല ഇവിടെ. യഥാ അനേക ചക്ഷുപ്രകാശഃ രവിഃ ന ക്രമേണ പ്രകാശീകരോതി പ്രകാശ്യം. രവിയാണ് കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത്, കാണാനുള്ള സാമർഥ്യം നൽകുന്നത് രവിയാണ്, കണ്ണിൻ്റെ അധിദേവത എന്ന നിലയിൽ. ആ രവിയാകട്ടെ ഓരോ കണ്ണുകളെ എന്ന നിലയ്ക്കല്ല പ്രകാശിപ്പിക്കുന്നത്. ക്രമേണ ന പ്രകാശീകരോതി, ക്രമത്തിൽ ഇങ്ങനെ പ്രകാശിപ്പിച്ചു വരികയല്ല. നിറദീപം കൊളുത്തുക എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ, സഹസ്രദീപം.
ഈ സഹസ്രദീപമൊക്കെ കൊളുത്തുക, അല്ലെങ്കിൽ ചുറ്റുവിളക്ക്, അതിപ്പോൾ അനവധി പേര് കുന്തമായിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊളുത്തും. അപ്പോൾ ഒന്ന് കൊളുത്തി കഴിഞ്ഞു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൊളുത്തി, അങ്ങനെയാണോ ചോദിക്കുക? അല്ല. ഇത് എല്ലാ കണ്ണുകളെയും ഒരേ സമയത്ത് യുഗപത് ന ക്രമേണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് തരുന്ന സൂചന എന്താണ്? ഓരോരോ ബുദ്ധി വികാര വിചാരങ്ങളെയും അറിയണം എന്ന ശാഠ്യം വേണ്ട. സ്വപ്ന ദൃഷ്ടാന്തത്തിൽ എന്ന പോലെ മറ്റൊരാളുടെ വ്യവഹാരത്തെ സംബന്ധിച്ച് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് വിവിധ സങ്കല്പങ്ങളുണ്ട്, അയാൾക്ക് പല വിചാരധാരകളുമുണ്ട്, അനുഭവങ്ങൾ വ്യത്യസ്തമാണ്, വിലയിരുത്തലുകൾ വ്യത്യസ്തമാണ്. അവയെ പ്രകാശിപ്പിക്കുന്നതും എന്നിലെ ആത്മതത്വം തന്നെയാണ്. ട്യൂബ് ലൈറ്റിലൂടെ പ്രകാശിക്കുന്ന ഇലക്ട്രിസിറ്റി ഫാനിനെ നോക്കിയിട്ട് എന്ത് മനസ്സിലാക്കണം? ആ ഫാൻ കറങ്ങുന്നതും എൻ്റെ പ്രഭാവം കൊണ്ടാണ് എന്ന് റിയലൈസ് ചെയ്യണമെന്ന് പറയും. അതിപ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസ്റ്റർ സ്വിച്ചൊക്കെ ഉണ്ടാവും. മാസ്റ്റർ സ്വിച്ച് ഉണ്ടാവുന്ന സമയത്ത് ഒരേ സമയത്താണ് സപ്ലൈ ചെയ്യപ്പെടുന്നത്, എല്ലാം ഫങ്ഷനിങ് ആവുക. മാസ്റ്റർ സ്വിച്ച് ഇട്ടു, അപ്പോൾ ലൈറ്റും ഫാനും എ സിയും എല്ലാം യുഗപത്ത് സംഭവിക്കും. ഇതുപോലെ ഈ ലോകം എന്നല്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും ഒരേ സമയത്ത് പ്രവർത്തനക്ഷമമാക്കാൻ ഈ ആത്മചൈതന്യത്തിന് സാധിക്കുന്നു. അങ്ങനെയുള്ള ആത്മചൈതന്യമാണ് ഞാൻ. സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താണ് ആത്മാവ് മനസ്സിലായി. എന്താ മനസ്സിലായത്? ആത്മാവ് സൂര്യനാണ് എന്ന് മനസ്സിലാക്കി കളയരുത് എന്ന് പറയുക. സൂര്യ ദൃഷ്ടാന്തം പറഞ്ഞു എന്നേ ഉള്ളൂ. മൈൻഡ് ചെയ്യൂ, ആ സൂര്യനെയും പ്രകാശക്ഷമത നൽകി അനുഗ്രഹിക്കുന്നത് ആത്മാവാണ്. സൂര്യനെയും വിവസ്വത് പ്രഭാതം യഥാരൂപമക്ഷം പ്രഗൃഹാദിനാഭാതമേവം വിവസ്വാൻ യഥാഭാത ആഭാസയത്യേക്ഷമേകം ഏകഃ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. വിവസ്വാന് പ്രകാശന സാമർഥ്യം നൽകി അനുഗ്രഹിക്കുന്ന ആത്മതത്വം. ഇപ്പം നമ്മുടെ ഭൗതിക ലോകത്തെ പ്രകാശമാനമാക്കുന്നത് സൂര്യനാണ്. പക്ഷെ ആ സൂര്യന് പ്രകാശ സാമർഥ്യം ലഭിക്കുന്നത് അത് ആത്മവൈഭവം കൊണ്ടാണ്. തത്ര ഈ ആത്മതത്വത്തിൻ്റെ സവിധത്തിൽ സൂര്യ ന ഭാതി ന ചന്ദ്രതാരകം. സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രതാരകങ്ങൾക്കൊന്നും അതിനെ പ്രകാശിപ്പിക്കാൻ സാമർഥ്യമില്ല. തമേവ ഭാന്തം അനുഭാതി സർവം. അത് പ്രകാശിക്കുന്നു, ആ പ്രകാശത്തെ കടം വാങ്ങിയിട്ടാണ് എല്ലാം പ്രകാശിക്കുന്നത് എന്ന് സൂര്യദൃഷ്ടാന്തത്തിൽ നിന്ന് ദൃഷ്ടാന്തം കൊണ്ട് ഏതൊരു ആത്മതത്വത്തെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചുവോ ആ തത്വത്തിലേക്ക് ശ്രദ്ധ ഉയർത്തണമേ എന്നാണ് അടുത്ത ശ്ലോകം സിദ്ധാന്തിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു വിചാരധാര ലൗകിക വ്യവഹാരങ്ങൾ, ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ, വർണ്ണാശ്രമ ധർമ്മ നിർവഹണത്തിൻ്റെ ഭാഗമായി ലൗകിക വിചാരധാരകളൊക്കെ പുലർത്തുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ജന്മസാഫല്യവുമായി ബന്ധപ്പെട്ട് ആത്മവിചാരത്തിനും കൂടി ഉദ്യമിച്ചോളണം. അങ്ങനെ ആത്മവിചാരം ചെയ്യാനിരിക്കുന്ന സമയത്ത് നിഷേധത്തിൻ്റെ പാതയാണ് അവലംബിക്കേണ്ടത്. അങ്ങനെ അവലംബിക്കുമ്പോൾ വ്യത്യസ്ത ലോകങ്ങൾ, വ്യത്യസ്ത പ്രകടനങ്ങൾ, വ്യത്യസ്ത ആവിഷ്കാരങ്ങൾ ഇവയൊക്കെ ആരറിയുന്നു എന്നുള്ള നിലയിൽ സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ എന്ന് വിചാരം ചെയ്ത്
ചേരണം. ഇതാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്.